ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നത് ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിലെ കപ്പൽ ശൃംഖലയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്തിന്റെ അടുത്തുകൂടി ധാരാളം കപ്പലുകൾ ദിനം പ്രതി പാസ് ചെയ്തു പോകാൻ കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇന്റർനാഷണൽ സീ റൂട്ടിൽ നിന്നും വെറും 10 നോട്ടിക്കൽ അകലെയാണ് നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രം ഉള്ളത്. നമുക്കിപ്പോൾ പോർട്ട് കാണാൻ സാധിക്കും. ഇത് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ ആയതിനാൽ നമുക്ക് ഈ ഷിപ്പിൻ്റെ ഡീറ്റെയിൽ മാത്രമാണ് അപ്ഡേഷൻ ആയിട്ടുള്ളത്. നമ്മൾ ഈ കാണുന്ന പോർട്ടിൻ്റെ വർക്ക് അപ്ഡേറ്റ് അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത്, ഇവിടെ 2 ഷിപ്പുകൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. പോർട്ടിനകത്തോട്ട് കയറാൻ വേണ്ടിയാണ്. പോർട്ടിനകത്ത് ഓൾറെഡി 2 ഷിപ്പുണ്ട്. ആ നിൽക്കുന്ന ഷിപ്പ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാൻ സാധിക്കുന്നത് MSCയുടെ വജൈനിയ എന്ന് പറയുന്ന ഷിപ്പാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഷിപ്പ് നമുക്ക് നോക്കാം, MSC നൈറോബി എക്സ് എന്ന് പറയുന്ന ഷിപ്പും. ഇങ്ങനെ 2 ഷിപ്പുകളും, ഇത് 2 ഷിപ്പിൻ്റെയും ഡീറ്റെയിൽ ആണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ആദ്യം ഈ ഷിപ്പിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ഈ ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏതാണ്, എവിടെ നിന്ന് വന്ന ഷിപ്പാണ്, എന്താണ് ഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് നമുക്ക് ഇതിലൂടെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഷിപ്പിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 0.6 knots ആണ്. അതായത് ഷിപ്പ് ആങ്കറിലല്ല, പക്ഷേ ഈ ജസ്റ്റ് ചെറിയൊരു മൂവിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം തന്നെയാണ്. ETA കാണിച്ചിട്ടുള്ളത് 28/12/2024 4 AM ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് ആണ്. 16.7 മീറ്ററാണ് ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു 12 മണിക്ക് ശേഷം വൈകുന്നേരം 6 മണി വരെ ഞാൻ വിഴിഞ്ഞം പോർട്ടിൻ്റെ സൈഡിലുണ്ടായിരുന്നു. ഈ ഷിപ്പ് പോർട്ടിനകത്ത് പ്രവേശിക്കുമെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. പക്ഷേ പ്രവേശിച്ചിട്ടില്ല, പുറത്താണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, പോർട്ടിനകത്ത് ഓൾറെഡി 2 ഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബിസിയസ്റ്റ് പോർട്ടിലെല്ലാം 1-2 ആഴ്ചകളാണ് ഷിപ്പുകൾ പുറംകടലിൽ വെയിറ്റിംഗ് ആയിട്ടുള്ളത്. നിലവിൽ നമ്മുടെ ഷിപ്പ് വന്നിട്ട് മെനഞ്ഞാന്നോ ആണോ രാത്രിയാണോ ഇന്നലെ രാവിലെ എന്തോ വന്ന ഷിപ്പ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഷിപ്പ് ഏത് പോർട്ടിൽ നിന്നാണ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാപ്പിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കാം. നമ്മൾ ഈ കാണുന്ന സിംഗപ്പൂറും മലേഷ്യയും കാണാൻ സാധിക്കും. ഇതിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ ചൈനയാണ് പോകുന്നത്. ചൈനയിലെ യാൻഷ്യൻ പോർട്ടിൽ നിന്നാണ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിലേക്ക് നേരെ വന്നിട്ടുള്ളത്. മനസ്സിലായി. ഇപ്പോൾ ചൈനയെ നമുക്ക് കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും എത്തിക്കുന്ന, അല്ലെങ്കിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും എത്തിക്കുന്നതാണ് ചൈന എന്നൊരു രാജ്യം. അതിനാൽ അവിടെ നിന്നായിരിക്കും ധാരാളം ഷിപ്പുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വന്ന ഷിപ്പാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ മുന്നിലുള്ള, നമ്മുടെ പോർട്ടിൻ്റെ അടുത്തുള്ള ഈ ഷിപ്പ്. അതായത് MSC വജൈനിയ എന്ന് പറയുന്ന വലിയൊരു മദർഷിപ്പാണോ അല്ലയോ നമുക്ക് ഡീറ്റെയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ IMN നമ്പർ 990809, ഫ്ലാഗ് ലൈബീരിയ. ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത് 27/6/2022 ബിൽഡ് ചെയ്ത ഷിപ്പാണ്. 2 വർഷമായി പഴക്കമുള്ള ഷിപ്പിന്. ഓവറോൾ ഷിപ്പിൻ്റെ ലെന്ത് 335 മീറ്ററും ബെർത്ത് അല്ലെങ്കിൽ ബീം എന്ന് പറയുന്നത് 51 മീറ്ററും 17 മീറ്ററാണ് ഷിപ്പിൻ്റെ മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിലെ ഡ്രാഫ്റ്റ് 16.7 മീറ്ററാണ്. 17 മീറ്ററാണ് മാക്സിമം ഡ്രാഫ്റ്റ്. കണ്ടെയ്നർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 14,428 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഷിപ്പിന് 1,852 TEU റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വലിയൊരു മദർഷിപ്പ് തന്നെയാണ് നമ്മുടെ പോർട്ടിന് പുറത്തുള്ളത്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വന്നതിന് ശേഷം ഈ ഷിപ്പ് അടുത്ത് ഏത് പോർട്ടിലേക്കാണ് പോകുന്നത് അതും നോക്കാം. 30/12/2024 കൊളംബോ പോർട്ടിലേക്ക് പോകും എന്നാണ് ഈ ചാർട്ടിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. നമുക്കിനി ഇതിലും ചാർട്ടിലും ഡിഫറൻ്റ് ആണ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. 29/12/2024 1 മണിക്ക് ഷിപ്പ് പോർട്ടിനകത്ത് പ്രവേശിക്കും എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഷിപ്പാണ് നമുക്ക് നോക്കേണ്ടത്. അടുത്ത ഈ ഷിപ്പ് നമ്മൾ കണ്ടു. അടുത്ത ഷിപ്പ് തൊട്ടടുത്ത് തന്നെ അടുത്ത ഷിപ്പും നിലവിൽ നിൽക്കുന്നുണ്ട്. അത് MSC നൈറോബി എക്സ് എന്ന് പറയുന്ന ഷിപ്പാണ് അടുത്തുള്ളത്. നമുക്ക് ആ ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ആ ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോയാലേ ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ആ ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ അതും സ്പീഡ് 0.07, അതായത് നിലവിൽ നേരത്തെ നമ്മൾ കണ്ടത് 0.06 ആണെങ്കിൽ 0.7, അതായത് സ്റ്റോപ്പിംഗ് പൊസിഷനിലല്ല, ചെറിയൊരു മൂവ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മൂവ് ആയിട്ടില്ല, അങ്ങനെ നിൽക്കുന്ന ഒരു പൊസിഷനാണ് നിലവിലുള്ളത്. ഡെസ്റ്റിനേഷൻ ലോം ടു വിഴിഞ്ഞം എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ലോം പോർട്ട് എന്ന് പറയുന്നത് നിലവിൽ വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു പോർട്ടാണ്. ഇനി അത് മാത്രമല്ല, നമുക്ക് നോക്കാം വെസ്റ്റ് ആഫ്രിക്കയിലെ പോർട്ട് എന്ന് പറയുമ്പോൾ ഏത് പ്ലേസ് ആണെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്ലേസിൽ നിന്നാണ് ഷിപ്പ് ഈ മഡഗാസ്കർ കഴിഞ്ഞ് ഇതുവഴിയാണ് ഷിപ്പ് കടന്ന് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ ഇപ്പോൾ കറണ്ടായിട്ട് എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തറിയേണ്ടത് ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് അടുത്തറിയേണ്ട സംഭവം, അതായത് ഷിപ്പിൻ്റെ
കറണ്ട് ഡ്രാഫ്റ്റ് ഒക്കെയാണ് നമുക്ക് അറിയേണ്ടത്. നിലവിലെ ഡ്രാഫ്റ്റ് 14.7 മീറ്ററാണ് ഷിപ്പിൻ്റെ കറണ്ട്. അപ്പോൾ നല്ലൊരു ഡ്രാഫ്റ്റ് തന്നെയാണ് നിലവിൽ MSC നയോബി എക്സ് എന്ന് പറയുന്ന ഷിപ്പ് നമ്മുടെ പോർട്ടുള്ളത്. അത് ഞാൻ ഇൻഫോം റിസീവ് ചെയ്യുന്ന 29/12/2024 9:51:59 AM ഞാൻ ഇൻഫോം റിസീവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഷിപ്പിൻ്റെ IMO നമ്പർ 960524 ഫ്ലാഗ് ലൈബീരിയ. ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത് 28/11/2013 ബിൽഡ് ചെയ്ത ഷിപ്പ് തന്നെയാണ്. ഓവറോൾ ലെന്ത് 299.9 മീറ്ററും ബെർത്ത് 48.2 മീറ്ററും മാക്സിമം ഡെപ്ത് 24.8 മീറ്ററുമാണ്. മാക്സിമം ഡ്രാഫ്റ്റ് 16 മീറ്ററാണ്. 22 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഷിപ്പിന് 9400 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉൾക്കൊള്ളാൻ സാധിക്കും. അതുമാത്രമല്ല 1500 റൈഫർ കണ്ടെയ്നറും ഈ ഷിപ്പിന് ഉൾക്കൊള്ളാനായി സാധിക്കും. ഇനി വിഴിഞ്ഞം പോർട്ടിൽ വന്നതിന് ശേഷം ഈ ഷിപ്പ് അടുത്ത് ഏത് പോർട്ടിലേക്കാണ് പോകുന്നത് നമുക്ക് നോക്കാം. 3/1/2025 6:58 PM സിംഗപ്പൂർ പോർട്ടിലേക്കാണ് പോകുന്നത് എന്നാണ് നമുക്ക് ഷിപ്പിൻ്റെ ഷെഡ്യൂളിൽ നിന്നും കണ്ടു മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇതാണ് വിഴിഞ്ഞം പോർട്ടിൽ ഇപ്പോൾ നിലവിൽ 2 ഷിപ്പ് പോർട്ടിൻ്റെ പുറത്തുള്ളത്. ഈ 2 ഷിപ്പിൻ്റെയും ഡീറ്റെയിൽ കൂടുതൽ ഷിപ്പ് വരുന്ന അനുസരിച്ച് തീർച്ചയായിട്ടും ഈ ചാനലിൽ തന്നെ അപ്ഡേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല ഷിപ്പിൻ്റെ ഷെഡ്യൂളിൽ ചേഞ്ച് വന്നാലോ ഷിപ്പ് വരാൻ താമസിക്കുകയാണെങ്കിലോ തീർച്ചയായിട്ടും ഈ ചാനലിൽ തന്നെ അപ്ഡേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല ഷിപ്പ് പോർട്ടിനകത്തോട്ട് കയറുന്ന വീഡിയോ മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞു, ഇന്നലെ നമ്മൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും വിഴിഞ്ഞം പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് പോർട്ടിൻ്റെ പുറത്തു വരെയാണ് ഷിപ്പ് ട്രാക്ക് ചെയ്ത് എത്തിക്കാൻ. ഇതേപോലെ ഇപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ സ്റ്റോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് വരെയാണ് നമുക്ക് ട്രാക്ക് ചെയ്ത് എത്തിക്കാനായി സാധിക്കുന്നത്. പോർട്ടിനകത്തോട്ട് കയറുന്നത് നിലവിൽ എപ്പോഴാണെന്ന് ചിലപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചെന്ന് വരില്ല. മിക്ക സമയത്തും നമുക്ക് അറിയാൻ സാധിക്കും, പക്ഷെ ചില സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കില്ല. അറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് വീഡിയോ എടുക്കാനായി സാധിക്കും. ചിലപ്പോൾ രാത്രി കയറിയാലും നമുക്ക് 10-11 മണിക്കൊക്കെ രാത്രി കയറേണ്ട, അപ്പോഴും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായി സാധിക്കില്ല. നമ്മുടെ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം രാത്രിയായാലും പകലായാലും ഷിപ്പുകൾക്ക് ബർത്ത് ചെയ്ത് മൂറിങ്ങാനായി സാധിക്കും എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കാത്തത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.